ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് അടിക്കാനുള്ള പ്ലാനിലാണ്. ട്രിപ്പ് പറഞ്ഞാൽ വലിയ ട്രിപ്പൊന്നുമല്ല, ഇവിടെ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ സ്ഥലം വരെ വിസിറ്റ് ചെയ്യുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെന്റ് അല്ലേ? അതെ 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 മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈദ് സ്പെഷ്യൽ ചാപ്പനങ്ങാടി ജുമാ പള്ളിയാണ് കണ്ട്. മതി ബേപ്പൂർക്ക് എത്തിക്കാനുള്ള റേറ്റ് പറഞ്ഞാൽ മതി. സിമെന്റ് നോക്കും. ഇത് കാരണം പുത്തൂര് ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരു കയറ്റാണ്. ഈ കയറ്റത്ത് കുറേ ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത് വരെ ഒരു ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡേഞ്ചറസ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ റൂട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കാണേണ്ടതാണ് ഓരോ ആക്സിഡൻറ്റും കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാനുള്ള കാര്യം. ഇത് പിന്നെ നമ്മളിപ്പോൾ പുത്തൂർ ബൈപ്പാസ് എത്തിയിട്ടുണ്ട്. പുത്തൂർ ബൈപ്പാസാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് കോട്ടക്കൽ പറഞ്ഞ ടൗണിലേക്കാണ്. കോട്ടക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഈ കേരളത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിറ്റി ഉണ്ടെങ്കിൽ ഈ കോട്ടക്കലാണ്. ആയുർവേദി നഗരം എന്നാണ് നമുക്ക് കൂടുതലായിട്ട് പരിപാടി പണ്ട് കോപ്പ അമേരിക്ക ഉണ്ടായ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് നമ്മുടെ കോട്ടക്കലില്. അങ്ങനെ പ്രശസ്തി നേടിയ ഒരു സിറ്റിയാണ് കോട്ടക്കൽ സിറ്റി എന്ന് പറയുന്നത്. ഏക്കാരെന്നല്ല ആണ്. ഞാൻ ഒരു പുറത്തുള്ള ആളെ എനിക്കിത് കൊടുത്തുന്ന ലക്ഷദ്വീപിൽ ദ്വീപിലുള്ള ആളാ. മുന്നിൽ കാണുന്നുണ്ട് കോട്ടക്കൽ സിറ്റി. ഒരു തിരക്കേറിയ ടൗണാണ്. എപ്പോഴും ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും ഈ ടൗണിൽ. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം റോഡ് ഒരു പാകത്തെ റോഡാണ്, വീതി വലുപ്പമൊക്കെ. അതിനനുസരിച്ചുള്ള തിരക്കും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. സാധാരണ വൈകുന്നേരം സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ വെക്കേഷനല്ലേ, സ്കൂളൊന്നും ഇല്ലല്ലോ. സ്കൂളില്ലാത്തതുകൊണ്ട് കുറേ തിരക്ക് കുറവാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടക്കൽ ടൗണിൽ നിന്ന് ഒരു വലതുവശത്തേക്ക് തിരിഞ്ഞിട്ട് ഞങ്ങളൊരു ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു കോട്ടക്കൽ ടൗണിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതാണ്ട് കോട്ടക്കൽ താഴത്തുള്ള പള്ളിയാണ്. ആ പച്ച ബിൽഡിങ് കണ്ട് ഇതൊക്കെ ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. കോട്ടക്കലിൻ്റെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാർക്കറ്റ് ഏരിയ ആണ് ഇതൊക്കെ കണ്ട്. പിന്നെ ആ കാണുന്ന അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ പോയാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, CRT ഉണ്ട്. പണ്ട് ഞാൻ ഒരു 9 കൊല്ലം മുമ്പ് ഞാനവിടെ വർക്ക് ചെയ്യല്ല, പഠിച്ചിട്ടുണ്ട്. അതൊരു കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഒരു സെൻ്ററാണ്. കുറേ കാലം മുമ്പാണ്, 9 വർഷം മുമ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കോട്ടക്കൽ ടൗണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ടിന് ഒരാളിങ്ങോട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളെ വന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓടാത്ത വാച്ചാണെങ്കിലും ദമ്മില്ല കാണാന്. ഈ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പിന്നെ കാണുള്ളൂ. വാച്ച് ആടാ, ഇത് ടിസോട്ടിന്റെ ബ്രാൻഡ് വാച്ചാണുണ്ട്. തിരിച്ചിരിക്കുന്ന വാച്ച് തിരൂരുന്ന കമ്പനിയുടെ തിരൂര് മാർക്കറ്റിൽ ഈ വാച്ചിന് ഓൺലൈനിൽ 5 പൈസ വിലയില്ല. 5 പൈസ വിലയില്ല. നമ്മൾ പിക്ക് ചെയ്യാൻ വരുത്തിയ ആള് ഡോക്ടറാണ്. ചില ഡോക്ടറല്ല, മാഷാണ്. പിന്നെ എക്സ്കലേറ്ററി ഡ്രൈവറാണ്. ആയി പറയും. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഇങ്ങനെ ഭാരതിന്റെ പമ്പ് കാണാണെങ്കിലേ നിർത്തിക്കോ. ഭാരതിന്റെ മുമ്പില് കുഞ്ഞുമോ നമ്മളെ ബ്ലോഗർ ഉണ്ടല്ലോ, മെയിൻ ബ്ലോഗർ കുഞ്ഞുമോനെ. ഞാൻ ബ്ലോഗറല്ല, ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് ഏതായാലും ഓന് റവന്യൂ കിട്ടുന്നുണ്ട്. ആടാ അനുമാനോ? അപ്പൊ കുഞ്ഞുമോ എണ്ണടിക്കുന്നതാണ്. ആരാ? അനുമാനല്ലടാ, അതെ പ്രകടനാണ്, ഫുള്ള് പ്രകടനം. അങ്ങനെ മുതലാളി
അവസാനം എന്ത് വലിയ ബ്ലോഗറാണ് അവരുടെ കാര്യത്താ ഒരു റവന്യൂ ഒക്കെ യൂട്യൂബിൽ നിന്നിട്ട് ഒരു 500 രൂപ ഡീസൽ അടിച്ചാൽ വന്നപ്പോ പട്ടിണി പരവട്ടം പറയണ്ടേ എടാ ഞാൻ ഇല്ലടാ അതില്ലടാ പിന്നെ ഇല്ലടാ അറിയാൻ അങ്ങനെ കെട്ടുന്ന വലിച്ചിട്ടുണ്ട് 500 അതുകൊണ്ട് കുലൂസ് അബ്ദുറൌഫിന് ഹൈറും ബർക്കത്തും കുലൂസ് എന്ന് പറഞ്ഞാൽ എന്താ അത് കഴിഞ്ഞ കള്ളടിച്ചാണ്ടാണേ പെട്രോൾ പമ്പ് നമ്മള് എണ്ണടിച്ച പെട്രോൾ പമ്പാണ് ഗൈസ്. എണ്ണടിച്ച കുഞ്ഞുമോൻ കായ എടുക്കാത്ത പെട്രോൾ പമ്പ് എണ്ണടിച്ച ഒരാറിയാണ്ട് കുഞ്ഞുമോൻ പമ്പ് കയറ്റി എന്നിട്ട് കായ എടുത്തില്ല. എനിക്കൊരു 1 മില്യൺ അടിച്ചിട്ട് ഞാൻ തരും എനിക്ക് 1 മില്യൺ അടിച്ചിട്ട് 500 രൂപ വരും എനിക്ക് മാണ്ടത് സക്കാത്ത് ഒന്നുമില്ല അറിയാണ്ടേ. ഹലോ ഗൈസ് ഞങ്ങളിപ്പോ ചങ്കോട്ടി കത്തിക്കണ് പൊന്നാര പോയോ അങ്ങോട്ട് കൂട്ടി കച്ച് ഞങ്ങൾ ചങ്കോട്ടിട്ട് എത്തിയിട്ടുണ്ട്. അല്ല നാട്ടിയെ നമ്മൾ ചങ്കട്ടി കത്തിക്കണ് അവസാനം തള്ളി 24 കോഴിക്കോട് ബസ്സാണ് പോണ്ട്. കോട്ടക്ക വഴി കോഴിക്കോട് പോകാനുള്ള എല്ലാതരം ബസ്സുകളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ട് ദിവസമാണ്. അതാണ് പലയിടത്തും പല ജാതി കാര്യങ്ങളും. മലപ്പുറം ഏരിയക്കാണെങ്കിൽ കൂടുതൽ ബ്ലോക്ക് ചെയ്യണം. കാരണം അവിടെ 4 വാർഡിൽ നിന്ന് വന്നാലേ ടോട്ടൽ ബ്ലോക്ക് ആയിട്ട് അവിടെ കിടക്കും. അത് പിന്നെ ഇതിലേറെ ബുദ്ധിമുട്ടായി കാരണം പാല ഏത് ബ്രിഡ്ജാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദേശീയപാതയുണ്ടത്. ഏറ്റവും വലിയ ദേശീയപാത ഇങ്ങനെ നീണ്ടു താർന്ന് കിടക്കുകയാണ്. ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു മേൽപ്പാലമല്ല, അതൊരു നാഷണൽ ഹൈവേൻ്റെ ബാക്കിയാണ്. ആ നാഷണൽ ഹൈവേൻ്റെ ബാക്കിയുള്ള ഈ ഏരിയയും കൂടെ അതിൻ്റെ ഒപ്പമുള്ളതാണ് കേട്ടോ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ദേശീയപാതക്കുള്ളൊരു തുടക്കമാണെന്ന് നമുക്ക് പറയാം. ഇത് എറണാകുളം ആ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് മിക്ക ആൾക്കാർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് എൻ്റെ തൊള്ള കടങ്ങിയിരിക്കണം അങ്ങനെ പറയാം. യൂട്യൂബറാണ്. ഈ ഇടയ്ക്ക് എന്താ അറിയില്ല എന്താ വെച്ച് വീഡിയോ ഒന്നും കാണില്ല. എന്താ കാട്ടണോ യൂട്യൂബിൽ തിന്നാൻ കൊടുത്തിട്ട് കാര്യമില്ല, നന്ദില്ലല്ലോ. ബ്ലോഗിൽ ടൂന്നാക്കേണ്ടി വരും, അതുകൊണ്ടാണ് മുഴുവൻ പറയാത്തത്. പിന്നെ റോഡിനെ പറ്റി പറയും. ഇതൊരു റോഡാണ്, പിന്നെ താഴത്തെ റോഡുണ്ട്, അതിന്റെ അപ്പുറത്തെ റോഡുണ്ട്. ഇതെന്താ റോഡ് കൊണ്ടു തെച്ചിട്ടുണ്ട് ഇവിടെ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞെടുത്താ. ആ റോഡ് ആനയെ കുളിപ്പിച്ചാണ് പോടാ 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 തള്ളിവിടല്ലേ. പിണറായി വിജയന്റെ ഗവൺമെന്റ് ദുരിതം മാത്രം വിതച്ച് മുന്നോട്ട് പോവുക. ഈ സർക്കാരിനും ഒരു ഒക്കെ കള്ളവരാണ്, വേറെ കാര്യമില്ല. പിന്നെ യാതൊരു പാർട്ടിക്ക് ഇതൊന്നല്ല. ഈ പള്ളി കണ്ടപ്പോൾ തന്നെ മിക്ക മലയാളികൾക്ക് മനസ്സിലാവും ഇത് ഏത് സ്ഥലം എന്നുള്ളത്. ഈ പാലം നേരത്തെ നമ്മൾ ആ റോട്ടിൽ നിന്ന് കണ്ട പള്ളിയാണിത്. നമ്മൾ ആദ്യം വന്നപ്പോൾ മക്കാമക്ക് ഫസ്റ്റ്
അന്നിപ്പോൾ ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നു. ആ മേൽപ്പാലത്തിൽ വന്നൊരു വീഡിയോ എടുത്തത് ഞാൻ. ആ മേൽപ്പാലമാണ് ഇവിടെ കാണുന്നത്. ഈ മേൽപ്പാലം ഇത് ഈ പുഴേൻ്റെ കുറുകെ ഉണ്ടാക്കിയ ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന പള്ളിയാണ്. ഇതൊക്കെ ഒരു തോണി കണ്ടിട്ടോ, പുഴ മുറിച്ച് കിടക്കാൻ വേണ്ടി തോണിയുണ്ട്. പിന്നെ ഇവിടെ പണ്ടത്തെ പാലായിരുന്നത് ആ കണ്ട്. നേരം ഒരു 5:30 ആയിക്കണം. സൂര്യൻ അസ്തമിക്കാനായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ്റെ ഒരു തെളിച്ചം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ മമ്പറത്തേക്ക് വന്നതിനു അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഒരു പള്ളീൻ്റെ ഒരു സൈഡല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് വീട വാങ്ങുകയാണ്. വെറുതെ നാട്ടിലിങ്ങനെ വെറുതെ നിന്നപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് ഇവിടേക്ക്.